എന്ന് ആയിഷ ബീവിയോട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നിർദ്ദേശിച്ചത്? ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ ഖത്തം തീർക്കണം. ഖുർആൻ ഖത്തം തീർക്കണം, നടക്കൂല. രണ്ടാമത്തെ കാര്യം പറയും സകല അമ്പിയാക്കളുടെയും ശഫാഅത്ത് ഖിയാമത്ത് നാളിൽ നിനക്ക് ലഭിക്കണം. അതിന് നീ എന്ത് ചെയ്യണം? അവസരം ഉണ്ടാക്കണം. സകല അമ്പിയാക്കളുടെയും ശഫാഅത്ത് കിട്ടാനുള്ള അവസരം നീ ഓരോ രാത്രിയും ഉണ്ടാക്കണം, നടക്കൂല. മൂന്നാമത്തെ കാര്യം ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സകല മുസ്ലിമുകളുടെയും തൃപ്തി നിനക്ക് വേണം. അത് നീ ഓരോ രാത്രിയും നേടിയെടുക്കണം. നാലാമത്തെ കാര്യം ഓരോ രാത്രിയും അവിടെ ശ്രദ്ധിക്കണ്ട, ഓരോ രാത്രിയും നീ ഹജ്ജും ഉംറയും നിർവഹിക്കണം. ഓരോ രാത്രിയും നീ ഹജ്ജും ഉംറയും നിർവഹിക്കണം. ഈ 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങല്ലേ. ഈ 4 കാര്യങ്ങൾ നിർവഹിക്കാതെ നീ ഉറങ്ങരുത്. ആയിഷ ബീവി ഇത് കേട്ടപ്പോ ആകെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതങ്ങൾ കേട്ടതോടുകൂടി ഒരു ഭ്രാന്തിയെ പോലെയായി, പരിസരബോധം നഷ്ടപ്പെട്ട ഒരാളെ പോലെ. കാരണം നിബിധങ്ങൾ എന്തെന്ന് പറഞ്ഞാലും നിർദ്ദേശിച്ചാലും അത് അപ്പടി സ്വീകരിക്കുന്ന പ്രകൃതിയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടേത്. ആ ആയിഷ ബീവിയോടാണ് നബിതങ്ങൾ പറയുന്നത്, ഞാൻ എന്താ ചെയ്യാറേ എന്നാലോചിച്ചുകൊണ്ട് ആയിഷ ബീവി ആകെ പരിഭ്രമിച്ചു പോയി എന്നാണ്. ആയിഷ ബീവി പരിഭ്രമിച്ചു, പരിഭ്രാന്തിയായി എന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നു. ആ 4 കാര്യങ്ങൾ നിർവഹിക്കേണ്ടതിനുള്ള മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുത്തത്. ഒന്നാമത്തെ ഖുർആൻ ഖത്തം ചെയ്യുന്നതിനുള്ള മാർഗം, നീ ഒരു തവണ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. രണ്ടാമത്തേത് സകല അമ്പിയാക്കളുടെ മേലിലും നീ ഒരു സ്വലാത്തെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലുക. എല്ലാ അമ്പിയാക്കൾക്കും ഒരു സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ദുആ കഴിഞ്ഞാലും അതിന്റെ അവസാനം ചെല്ലാറുണ്ട്, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സകല മുർസലുകൾക്കുള്ള സലാമും സലാത്തും ആണത്. ഇങ്ങനെയൊക്കെ ഏതായാലും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും എല്ലാ അമ്പിയാക്കളുടെയും മേൽ സ്വലാത്ത് നീ ചൊല്ലണം. എന്നാൽ അവരുടെ ശഫാഅത്ത് നിനക്ക് ഖിയാമത്ത് നാളിൽ കിട്ടും. മൂന്നാമത്തെ കാര്യം, നീ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ മുഅ്മിനുകൾക്ക് വേണ്ടിയും ഒരു തവണ ഇസ്തിഗ്ഫാർ നടത്തണം. ആയിഷ, എല്ലാ മുഅ്മിനുകൾക്ക് വേണ്ടിയും ഒരിക്കൽ നീ ഇസ്തിഗ്ഫാർ നടത്തണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, നമ്മുടെ സ്വന്തം കാര്യം പറയുന്നത് പോലെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഉറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവേ സകല മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യണം. എന്നാൽ എല്ലാവരും നിന്നെ കുറിച്ച് തൃപ്തിപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ കഴിഞ്ഞു പോകുന്ന സകല മുസ്ലിംകളുടെയും മുസ്ലിമാത്തുകളുടെയും തൃപ്തി നിനക്ക് നേടാൻ കഴിയും. അവർക്ക് വേണ്ടി ഒരു തവണ ഇസ്തിഗ്ഫാർ നടത്തിയാൽ. നാലാമത്തെ കാര്യം, നീ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നും പറയും കൂട്ടരെ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ നീ ഒരു തവണ ചൊല്ല്. എന്നാൽ വഖദ ഹജ്ജജതി വഅതമർതി ആയിഷ, നീ ആ രാത്രിയിൽ ഹജ്ജും ഉംറയും നിർവഹിച്ചിരിക്കുന്നു. ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലിയാണ് ഈ ഒറ്റ ദിക്റിന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ദിക്റിന്റെ മഹത്വം എത്രയായിരിക്കും അതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു